പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. വീഴുന്നത് നല്ലതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എടാ സാധാരണ മോട്ടിവേഷൻ പറയുന്ന ആള് ഇതിപ്പോൾ വീഴ്ചയെക്കുറിച്ച് പറയുന്നല്ലോ എന്ന്. അതും സാധാരണ വീഴുന്നവർ പരാജയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വീഴുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ടാവും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് വീഴ്ച എപ്പോഴും നല്ലതാണ്. സത്യം. ലോകത്തിന്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു ഓട്ട മത്സരം എടുക്കുകയാണ്, ഒരു 10 പേർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി ഓടിക്കൊണ്ടിരുന്നവൻ കാല് തന്നെ വീണു, അവൻ പരാജയപ്പെടും. കാരണം ബാക്കിയുള്ളവരെ ഇവനെ തോൽപ്പിച്ച് ഓടിക്കേറിപ്പോകും. ലോകത്തിന്റെ രീതിയിൽ ഒരു വ്യക്തി വീണ് കഴിഞ്ഞാൽ അവൻ പരാജിതനാണ്, തീർന്നു. പിന്നെ അവനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്ന് അവനെ പറയും. പക്ഷേ ദൈവവചനത്തിനകത്ത് വീഴുന്നത് നല്ലതാണ്. എപ്പോഴും വീഴണമെന്നല്ല, വീഴുന്നത് പക്ഷെ നല്ലതാണ്. ഉദാഹരണം പറഞ്ഞു തരാം. നമ്മൾ ഈ 100 ആടുകളുടെ ഉപമ പറയുന്നുണ്ട്. അതിനകത്ത് ഒരാട്ടിടയൻ്റെ കയ്യിൽ 100 ആടുകളുണ്ട്. ഈ 100 ആടുകളിൽ ഒരെണ്ണം വീണുപോയി, കൂട്ടം തെറ്റിപ്പോയി, കൂട്ടത്തിനകത്ത് നിന്ന് മാറിപ്പോയി, വീഴ്ച സംഭവിച്ചു. മനസ്സിലായില്ലേ? വീഴ്ച സംഭവിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആട്ടിടയനൊരു കാര്യം പറഞ്ഞത്, ഒരാൾ മിസ്സിങ് ആയി, ഒരാൾ ബാക്ക് സ്ലൈഡായി, ഒരാൾ വഴി തെറ്റിപ്പോയി, ഒരാൾക്ക് എന്തോ പറ്റി, കാണാനില്ല. ബാക്കി 99 ഉപേക്ഷിച്ചിട്ട് 99 മാറ്റി വെച്ചിട്ട് ആട്ടിടയൻ വീണ് പോയതിനെ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ചു വരുന്നു. നീ വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിന്റെ ഇടയനായ കർത്താവ് നിന്നെ അന്വേഷിച്ചു വരും. അവൻ നിന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ലെന്നേ. കാരണം അവന്റെ നമ്പറിങ്ങിനകത്ത്, ആ ആട്ടിടയന്റെ നമ്പറിങ്ങിനകത്ത് നീ ഉണ്ട്. നിന്നെ കൂടാതെ അവന് പൂർണ്ണതയില്ല. അതുകൊണ്ട് അവനെ നമ്പർ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നീ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൻ നിന്നെ അന്വേഷിച്ചു വരും. അന്വേഷിച്ച് വന്നിട്ട് നിനക്ക് 2 അടി തന്നിട്ടല്ല കൊണ്ടുപോകുന്നത്. അവൻ നിന്നെ പൊക്കിയെടുത്ത് മാറിൽ വെച്ചുകൊണ്ട് അവൻ നിന്നെ കൊണ്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? വീഴുന്നത് നല്ലതാ. എന്തിനാണെന്നറിയാവോ? എടുത്ത് ആട്ടിടയൻ്റെ മാറിൽ ഇരുന്ന് ആ ചൂട് പറ്റി പോകാനായിട്ട് ചില വീഴ്ചകൾ നല്ലതാണ്. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ.